റവാഡ കടുപ്പിക്കുമോ? രക്ഷാപ്രവർത്തനത്തിലെ അട്ടിമറി, വെടിക്കെട്ടിൽ 8ന്റെ പണി ആർക്ക്? ഷൗക്കത്ത് അലി അജിത് കുമാറിന് പൂട്ടിടുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. നവകേരള സദസ്സിനിടെ ആലപ്പുഴയിലുണ്ടായ രക്ഷാപ്രവർത്തന മർദ്ദന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന കണ്ടെത്തലിൽ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാർ പ്രതിക്കൂട്ടിലാകുമ്പോൾ സംസ്ഥാന ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ വൻ പ്രതിസന്ധിയും ചർച്ചകളും പുകയുന്നു. പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച വെടിക്കെട്ട് റിപ്പോർട്ട് DGPയുടെ പരിഗണനയിലാണ്. കീഴുദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി റിപ്പോർട്ട് തിരുത്താൻ ADGP ശ്രമിച്ചെന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി വേണമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. SP ഷൗക്കത്ത് അലി നേതൃത്വം നൽകിയ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമാണ് DGPക്ക് റിപ്പോർട്ട് കൈമാറിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ അനിൽകുമാർ, സന്ദീപ് എന്നിവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേസ് അട്ടിമറിക്കാൻ ഉന്നതതല ഇടപെടൽ ഉണ്ടായെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. അന്വേഷണ സംഘം തങ്ങളുടെ സ്വന്തം നിഗമനങ്ങളായി ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികൾ റിപ്പോർട്ടിൽ അതേപടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടിലെ ഏറ്റവും സ്ഫോടനാത്മകമായ ഭാഗം കേസ് ഡയറി തിരുത്താൻ ADGP തലത്തിൽ സമ്മർദ്ദമുണ്ടായെന്ന കീഴുദ്യോഗസ്ഥരുടെ മൊഴികളാണ്. പ്രതികളായ ഗൺമാൻമാരെ ലളിതമായ വകുപ്പുകൾ ചുമത്തി രക്ഷിച്ചെടുക്കാൻ ADGP നേരിട്ട് ഇടപെട്ടെന്നാണ് മൊഴികളിലുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥന്റെ വാക്കാലുള്ള നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തങ്ങൾ നിർബന്ധിതരായെന്ന് മുൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് അജിത് കുമാറിനുമേൽ കരിനിഴൽ വീഴ്ത്തുന്നു. ഈ റിപ്പോർട്ട് നിലവിൽ DGPയുടെ വിശദമായ പരിശോധനയിലാണ്. നിയമോപദേശം തേടിയ ശേഷമാകും DGP ഇത് ആഭ്യന്തര വകുപ്പിന് കൈമാറുക. DGPയുടെ ശുപാർശ കൂടി കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചേർന്നായിരിക്കും ADGPക്കെതിരായ അന്തിമ അച്ചടക്ക നടപടിയിൽ തീരുമാനമെടുക്കുക. എന്നാൽ അജിത് കുമാറിനെതിരെ നടപടിയെടുത്താൽ അത് ഭാവിയിൽ വലിയ ഭരണപരമായ പ്രതിസന്ധികൾക്ക് കാരണമാകുമെന്ന വിലയിരുത്തലാണ് IPS ലോബി. കീഴുദ്യോഗസ്ഥരുടെ മൊഴിയുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് IPSലെ വലിയൊരു വിഭാഗം ശക്തമായി വാദിക്കുന്നു. ഔദ്യോഗിക പദവിയിലിരുന്ന് നൽകുന്ന നിർദ്ദേശങ്ങളുടെ പേരിൽ നാളെ ആർക്കുമെതിരെയും കീഴുദ്യോഗസ്ഥർക്ക് മൊഴി നൽകാനാകുന്ന അവസ്ഥയുണ്ടായാൽ അത് സേനയുടെ അച്ചടക്കത്തെ ബാധിക്കുമെന്നാണ് ഇവരുടെ പക്ഷം. ഇത്തരം കീഴ്വഴക്കങ്ങൾ ഭാവിയിൽ പല ഉന്നത ഉദ്യോഗസ്ഥരെയും വേട്ടയാടാൻ ഉപയോഗിക്കപ്പെടുമെന്നും ഇവർ ഭയപ്പെടുന്നു. അതേസമയം IPS അസോസിയേഷനിലും ഈ വിഷയത്തിൽ ഭിന്നത രൂക്ഷമാണ്. കേസ് അട്ടിമറി വിവാദം കത്തുമ്പോൾ രാഷ്ട്രീയ രംഗത്തും ചലനങ്ങൾ ശക്തമാണ്. പ്രതിപക്ഷ നിരയിൽ നിന്നും ഈ വിഷയത്തിൽ എന്ത് നിലപാടുണ്ടാകും എന്നത് ഭരണപക്ഷത്തെ സംബന്ധിച്ച് നിർണായകമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് വരും ദിവസങ്ങളിൽ അതീവ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറും. പോലീസ് സേനയുടെ പ്രവർത്തനങ്ങളെയും കീഴ്വഴക്കങ്ങളെയും കുറിച്ച് കൃത്യമായ ധാരണയുള്ള നേതാവാണ് രമേശ് ചെന്നിത്തല. ഉന്നത ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടി എന്ന കീഴ്വഴക്ക വിഷയത്തിൽ ചെന്നിത്തലയുടെ രാഷ്ട്രീയവും ഭരണപരവുമായ നിലപാട് എന്തായിരിക്കുമെന്നത് സർക്കാരിന്റെ അടുത്ത നീക്കങ്ങളെ സ്വാധീനിക്കും. അദ്ദേഹം വിഷയത്തെ രാഷ്ട്രീയമായി മാത്രം കാണുമോ അതോ ഭരണപരമായ വശങ്ങൾക്ക് ഊന്നൽ നൽകുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്. ഭരണതലത്തിലും കടുത്ത ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിച്ച ADGPയെ തള്ളിപ്പറയുന്നത് സർക്കാരിന് രാഷ്ട്രീയമായി തിരിച്ചടിയാകും. എന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കേസായതിനാൽ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനോ അജിത് കുമാറിനെ പൂർണ്ണമായി സംരക്ഷിക്കാനോ സർക്കാരിന് എളുപ്പമാകില്ല. കോടതിയിൽ റിപ്പോർട്ട് എത്തുമ്പോൾ പ്രതിക്കൂട്ടിലാകുക ആഭ്യന്തര വകുപ്പ് കൂടിയായിരിക്കും. ചുരുക്കത്തിൽ ഷൗക്കത്ത് അലിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത അന്വേഷണ റിപ്പോർട്ട് കേരള പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ഒരുപോലെ കനത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കീഴ്വഴക്കങ്ങളുടെ പേരിൽ അജിത് കുമാറിനെ രക്ഷിക്കണോ അതോ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രഖ്യാപിച്ച് നടപടിയെടുക്കണോ എന്ന ധർമ്മസങ്കടത്തിലാണ് സർക്കാർ. വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങളും DGPയുടെ ശുപാർശയും ഈ കേസിന്റെ ഭാവി നിശ്ചയിക്കും.